നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സീരീസുകളാണ്. അതിൽ തന്നെ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിളിനെ കുറിച്ചാണ്. നമ്മൾ ഏകദേശം 8ഓളം പോയിന്റുകൾ, ആമുഖത്തിലുള്ള പ്രധാന പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്ത് കഴിഞ്ഞു. 8ഓളം പോയിന്റുകൾ. ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞത് ഇക്വാളിറ്റി അഥവാ സമത്വത്തെക്കുറിച്ചാണ്. ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി പഠിക്കാനുണ്ട്. 9ാമത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് സാഹോദര്യം അഥവാ ഫ്രാറ്റർണിറ്റി എന്ന് പറയുന്നത്. എന്താണ് സാഹോദര്യം അഥവാ ഫ്രാറ്റർണിറ്റി എന്ന് പറയുന്നത്? ഈ സാഹോദര്യം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. സാഹോദര്യം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എന്താണ് കടമെടുത്തിരിക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് സാഹോദര്യം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. നിങ്ങൾ സാഹോദര്യവും ഇക്വാളിറ്റിയും ലിബർട്ടിയും എല്ലാം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതേണ്ടത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളതുപോലെയുള്ള ഒരു ഇക്വാളിറ്റിയും ഒരു സ്വാതന്ത്ര്യവും ഒരു സാഹോദര്യവും ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവ കാലത്ത് സമൂഹത്തിനടുത്ത് നിലനിന്നിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഈ പറയുന്ന ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണെങ്കിലും ഫ്രഞ്ച് വിപ്ലവത്തിൽ നിലനിന്നിരുന്നതിനേക്കാളും വളരെ ഗാഢമായി, വളരെ അർത്ഥവത്തായാണ് ഇന്ത്യൻ ഭരണഘടന ഇത്തരം ആശയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഇക്വാളിറ്റിയെ കുറിച്ചെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതാണ് എന്ന് പറയുമ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഫോർ ഓൾ മെൻ ആണ്. അതായത് എല്ലാ പുരുഷന്മാർക്കും മാത്രം നൽകുന്ന ഒരു ഇക്വാളിറ്റിയും ഒരു സ്വാതന്ത്ര്യത്തെയുമാണ് ഫ്രഞ്ച് വിപ്ലവം പ്രതിനിധാനം ചെയ്തതെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇക്വാളിറ്റിയെയും സ്വാതന്ത്ര്യത്തെയും സാഹോദര്യത്തെയും ഒക്കെ പ്രതിഷ്ഠിക്കുന്നത് അത് ഈ പറയുന്ന ഒരു ചുരുങ്ങിയ ഫോർ മെൻ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്വാതന്ത്ര്യം, ആണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സമത്വം എന്നുള്ള ഒരു അർത്ഥത്തിലല്ല. വിശാലമായി ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ആൺ, പെൺ, വർഗം, വർണ്ണം, മതം ഇതൊന്നും വേർതിരിക്കാതെയാണ് ഇന്ത്യൻ ഭരണഘടന ഈ പറയുന്ന ആശയങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് സാഹോദര്യം എന്ന് പറയുന്ന ആശയം? എന്താണ് സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തിലൂടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഉള്ള ജനങ്ങൾക്കിടയിൽ എന്താണ് സാഹോദര്യം വളർത്തുന്നതിലൂടെ എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഖണ്ഡത നമ്മൾ നിലനിർത്തുന്നത്? എന്താണ് സാഹോദര്യത്തിലൂടെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്തുന്നതിലൂടെ എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഖണ്ഡത നമ്മൾ നിലനിർത്തുന്നു. എന്താണ്? എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഖണ്ഡത നമ്മൾ നിലനിർത്തുന്നത്? ഓരോ പൗരന്മാർക്കുമിടയിൽ പരസ്പരം സഹോദരന്മാരാണ് എന്ന് പറയുന്ന ഒരു വികാരം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ നിലനിർത്തുന്നത്. ഇന്ത്യയുടെ അഖണ്ഡത നമ്മൾ നിലനിർത്തുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഉള്ളത് എന്താണ്? ഒരേ ഒരു പൗരത്വമാണ്, ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്ന് നമ്മൾ പഠിച്ചു. എവിടെയാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 2ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സിംഗിൾ സിറ്റിസൺഷിപ്പ്. എന്താണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്? അഥവാ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ഏക പൗരത്വം. ഈ ഏക പൗരത്വം അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഭരണഘടനയുടെ ഭാഗം 2ൽ ഉൾപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ടാണ് ഒരേ ഒരു പൗരത്വം മാത്രം നൽകുന്നത്, സംസ്ഥാനങ്ങളുടെ പൗരത്വം നൽകാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് ഒരു പൗരത്വം എന്ന് പറയുന്ന ആശയമാണ്. അതെന്താണ്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പൗരൻ എന്ന് പറയുന്ന ആശയമാണ്. എന്തുകൊണ്ടാണ്? ഇതുവഴി വിവിധ ഭാഷകൾ സംസാരിക്കുകയും വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ജനങ്ങൾക്കിടയിൽ എന്താണ് സാഹോദര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള പ്രധാനപ്പെട്ട 9ാമത്തെ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സാഹോദര്യം അഥവാ ഫ്രാറ്റർണിറ്റി എന്ന് പറയുന്നത്.
ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു പ്രധാന പോയിന്റ് ആണ് ഐക്യവും അഖണ്ഡതയും. എന്താണ് ഐക്യം? യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. എന്താണ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി? ഐക്യവും അഖണ്ഡതയും. എന്താണ് ഐക്യം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ ഫെഡറൽ സ്വഭാവമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ഭരണഘടനയുടെ ഒരു സ്ഥലത്ത് പോലും ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണെന്ന് പറയുന്നില്ല. പകരം ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്നാണ്. എന്താണ്? ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഇന്ത്യ ഭരണഘടന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യ ഓർ ഭാരത് അഥവാ ഇന്ത്യ അഥവാ ഭാരതം ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. അതായത് ഇന്ത്യ അഥവാ ഭാരതം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ആണ് എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. വിവിധ സ്റ്റേറ്റുകൾ കൂടിച്ചേർന്ന ഒരു യൂണിയൻ ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ യൂണിറ്റിക്ക് ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത്. എന്താണ്? ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നത് വിവിധ സ്റ്റേറ്റുകൾ കൂടിച്ചേർന്ന ഒരു യൂണിയൻ ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ. അതാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. എന്താണ്? ഇന്ത്യ ഓർ ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് എന്താണ്? യൂണിയനുകളുടെ സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ആണ്. എന്താണ്? ഇന്ത്യ അഥവാ ഭാരതം എന്താണ്? ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇതാണ് യൂണിറ്റി, ഐക്യം. ഇന്ത്യയുടെ ഐക്യം എന്ന് പറയുന്നത് ഇതാണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ മതങ്ങളിൽപ്പെട്ട, വിവിധ സംസ്കാരധാരകളുള്ള ഒരു വലിയ കൂട്ടം ജനങ്ങളെ എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഐക്യത്തിൽ എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു. അതാണ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അഖണ്ഡത എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ അഖണ്ഡത, ഇന്ത്യ എന്ന് പറയുന്നത് വിഭജിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെയും വിഭജിക്കാൻ കഴിയാത്ത കേന്ദ്രത്തിൻ്റെയും ഒരു സങ്കലനമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ്? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വിഭജിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളും സ്റ്റേറ്റുകളും എന്നാണ് ഡിസ്ട്രക്റ്റീവ് സ്റ്റേറ്റ്സ്. അതായത് വിഭജിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളും വിഭജിക്കാൻ കഴിയാത്ത കേന്ദ്രവും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒരു സ്റ്റേറ്റിനെ നമുക്ക് എത്ര കഷ്ണങ്ങളായി വേണമെങ്കിലും വിഭജിച്ച് പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടാക്കാം. പക്ഷെ എന്താണ്? ആ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇന്ത്യ എന്ന് പറയുന്ന ആ സ്ട്രക്ചറിൽ നിന്ന് പുറത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കാൻ കഴിയില്ല, പുറത്തു പോകാൻ കഴിയില്ല. അതിനെയാണ് നമ്മളുടെ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി അഥവാ അഖണ്ഡത എന്ന് പറയുന്നത്. എന്താണ്? വിഭജിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെയും വിഭജിക്കാൻ കഴിയാത്ത കേന്ദ്രത്തിന്റെയും കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്ത്യ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കെന്താണ്? സംസ്ഥാനങ്ങളെ എത്ര വേണമെങ്കിലും വിഭജിച്ച് പല സംസ്ഥാനങ്ങളാക്കി മാറ്റാം. പക്ഷെ എന്ത് കഴിയില്ല? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമുക്ക് വിഭജിച്ച് അതില്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് എന്താണ് ഈ രാജ്യത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി അഥവാ അഖണ്ഡതയെ സൂചിപ്പിക്കുന്നത്. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് വിഭജിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെയും വിഭജിക്കുവാൻ കഴിയുന്ന സംസ്ഥാനങ്ങളും വിഭജിക്കാൻ കഴിയാത്ത കേന്ദ്രവും കൂടിച്ചേർന്നതാണ്. വിഭജിക്കാൻ കഴിയാത്ത കേന്ദ്രവും കൂടിച്ചേർന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഐക്യവും അഖണ്ഡതയും എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ സോവറിനിറ്റിയിൽ തുടങ്ങി ഏറ്റവും അവസാനം യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റിയിൽ അവസാനിക്കുന്ന ഏകദേശം 10 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന 10 പ്രധാനപ്പെട്ട പോയിന്റുകൾ. അവ എന്തെല്ലാമാണ്, അവയുടെ വിശദീകരണങ്ങൾ, ഇവയെല്ലാം നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാനമായി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എല്ലാ പോയിന്റുകളും പഠിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കൽ കൂടി നമ്മളുടെ ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. The people of India, having solemnly resolved to constitute India into a sovereign, socialist,
secular democratic republic and to secure to all its citizens justice, social, economic and political liberty of thought, expression, belief, faith and worship, equality of status of opportunity and to promote among them all fraternity, assuring the dignity of individual and the unity and integrity of nation in our constituent assembly this 26th day November 1949 do hereby adopt, enact and give to ourselves of nation. എന്താണ് ഭരണഘടനയുടെ ആമുഖം പറയുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആമുഖം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടനയുടെ അധികാരത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ആരാണ്? അത് ഇതാണ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നാം ഇന്ത്യയിലെ ജനങ്ങൾ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ. ഇന്ത്യയെ നമ്മൾ വിഭാവനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ വിഭാവനം ചെയ്യുന്നു. എങ്ങനെ വിഭാവനം ചെയ്യുന്നു? സോവറീൻ, പരമാധികാര, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. എന്താണ്? നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ വിഭാവനം ചെയ്യുന്നു. എങ്ങനെ? സോവറീൻ, പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ എങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നത്? നാം ഇന്ത്യയിലെ ജനങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യയെ വിഭാവനം ചെയ്യുന്നത്? ഇന്ത്യയെ ഒരു പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്കായി എന്ത് ചെയ്യുന്നു? വിഭാവനം ചെയ്യുന്നു. ആൻഡ് ടു സെക്യൂർ ഓൾ ഇറ്റ് സിറ്റിസൺ, അതായത് ആൻഡ് ഇത് ഉറപ്പ് നൽകുന്നു, ഇതിലുള്ള എല്ലാ പൗരന്മാർക്കും എന്തുറപ്പ് നൽകുന്നു? ജസ്റ്റിസ് അഥവാ നീതി ഉറപ്പ് നൽകുന്നു. എങ്ങനെയുള്ള നീതിയാണ് ഉറപ്പ് നൽകുന്നത്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. എങ്ങനെയുള്ളതാണ്? സാമൂഹികവും സാമ്പത്തികപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നീതി ഉറപ്പ് നൽകുന്നു. എല്ലാ പൗരന്മാർക്കും എന്തുറപ്പ് നൽകുന്നു? ജസ്റ്റിസ് അഥവാ നീതി ഉറപ്പ് നൽകുന്നു. എങ്ങനെയുള്ള നീതി? സോഷ്യൽ, സാമൂഹികവും എക്കണോമിക് സാമ്പത്തികപരവും പൊളിറ്റിക്കൽ രാഷ്ട്രീയപരവുമായിട്ടുള്ള നീതി ഉറപ്പ് നൽകുന്നു. നീതി മാത്രമല്ല ഉറപ്പ് നൽകുന്നത്, ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു. എന്താണ് ലിബർട്ടി ഉറപ്പ് നൽകുന്നു? സ്വാതന്ത്ര്യം. എങ്ങനെയുള്ള സ്വാതന്ത്ര്യം? ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. എന്താണ് ഉറപ്പ് നൽകുന്നത്? ജസ്റ്റിസ് അഥവാ നീതി ഉറപ്പ് നൽകുന്നു. ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു. എങ്ങനെയുള്ള? ചിന്താപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, അത് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വിശ്വാസപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, വർഷിപ്പ്, ആരാധനപരമായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തെല്ലാം നീതി ഉറപ്പ് നൽകുന്നു? ലിബർട്ടി ഉറപ്പ് നൽകുന്നു. എങ്ങനെയുള്ള ലിബർട്ടി? തോട്ട്, ചിന്താപരമായിട്ടുള്ളത്, എക്സ്പ്രഷൻ, പ്രകടനപരമായിട്ടുള്ളത്, ബിലീഫ് ആൻഡ് ഫെയ്ത്ത്, വിശ്വാസപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, ആൻഡ് വർഷിപ്പ്, ആരാധനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ത് നൽകുന്നു? ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നു. ആൻഡ് ഇക്വാളിറ്റി എന്താണ്? സമത്വം ഉറപ്പ് നൽകുന്നു. എന്തിലെല്ലാം? ഓഫ് സ്റ്റാറ്റസ് ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം. എല്ലാ പൗരന്മാർക്കും നീതിയുക്തമായിട്ടുള്ള അവസര സമത്വം അഥവാ ഇക്വാളിറ്റി ഉറപ്പ് നൽകുന്നു. ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ ഫ്രാറ്റർനിറ്റി. എന്താണ്? ഇതെല്ലാം ഉറപ്പ് നൽകുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? അവരിൽ സാഹോദര്യം, ഫ്രാറ്റർനിറ്റി വളർത്തുന്നു. അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ. ഈ സാഹോദര്യം വളർത്തുന്നതിലൂടെ എന്താണ്? ഉറപ്പ് നൽകുന്നു. ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, അതായത് ഓരോ വ്യക്തിയുടെയും എന്താണ്? സ്വാഭിമാനം പ്രൊമോട്ട് ചെയ്യും, വളർത്തുമെന്ന് ഉറപ്പ് നൽകുന്നു. അതുവഴി ഈ വ്യക്തികളുടെ സ്വാഭിമാനം പ്രൊമോട്ട് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ഉയർത്തുന്നത് വഴി എന്ത് ചെയ്യുന്നു? യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യുന്നു. അത് ഇന്ത്യയിലെ പൗരന്മാർക്ക് നീതി. എങ്ങനെയുള്ള നീതി? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുപരമായിട്ടുള്ള നീതി ഉറപ്പ് നൽകുന്നു. സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു. എങ്ങനെയുള്ള സ്വാതന്ത്ര്യം? ചിന്താപരം, ആ ചിന്തയിലുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു. കൂടാതെ എന്തുറപ്പ് നൽകുന്നു? ഇക്വാളിറ്റി അഥവാ സമത്വം ഉറപ്പ് നൽകുന്നു. എവിടെ? ഓഫ് സ്റ്റാറ്റസ് ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിൽ
തുല്യമായ സമത്വം, ആൺ പെൺ വർഗ വർണ്ണ വിവേചനമില്ലാതെ എന്ത് നൽകുന്നു? ഇക്വാളിറ്റി നൽകുന്നു, അഥവാ സമത്വം നൽകുന്നു. ഇതുവഴി എന്ത് ചെയ്യുന്നു? ഉറപ്പ് നൽകുന്നു. ഓരോ വ്യക്തികളുടെയും എന്താണ്? സ്വാഭിമാനം പ്രൊമോട്ട് ചെയ്യുമെന്ന്, ഉയർത്തുമെന്ന് ഉറപ്പ് നൽകുന്നു. ഈ വ്യക്തികളുടെ സ്വാഭിമാനം ഉയർത്തുന്നത് വഴി എന്ത് ചെയ്യുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ യൂണിറ്റി അഥവാ ഐക്യവും അഖണ്ഡതയും നമ്മൾ എന്ത് ചെയ്യുന്നു? കാത്തു സൂക്ഷിക്കുന്നു. അവസാനം പറയുന്നത്, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ദി 26th day of November, എന്താണ്? 26th day of November 1949 do hereby adopt, enact and give to ourselves of nation. എന്താണ് പറയുന്നത്? ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, അതായത് നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭ 26 നവംബർ 1949 ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു തീയതിയാണ് എന്തെന്ന് പറയുന്നത്? 26 നവംബർ 1949 എന്ന് പറയുന്നത്. ഈ പറയുന്ന 26th day of 1949 എന്ത് ചെയ്യുന്നു? നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു, എനാക്ട് ചെയ്യുന്നു, അതായത് സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. എന്താണ്? ആൻഡ് ഗീവ് ടു അവർ സെൽഫ് ഓഫ് ദ നേഷൻ, ആൻഡ് ഈ രാജ്യത്തിലെ ഓരോ ജനങ്ങൾക്ക് വേണ്ടിയും എന്ത് ചെയ്യുന്നു? ഈ ഭരണഘടന സമർപ്പിക്കുന്നു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. ആമുഖം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇതോടുകൂടി എന്താണ് ആമുഖം എന്ന് പറയുന്ന ഭരണഘടനാ സീരീസിന്റെ ഭാഗമായിട്ടുള്ള ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.